പ്രകൃതിക്കെടുതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായതും ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ച ജില്ലകളിൽ ഒന്നാണ് കോട്ടയം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആദ്യമുണ്ടായ ദുരന്തം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള മീനച്ചി താലൂക്കിലെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഉരുൾപൊട്ടലായിരുന്നു. അവിടെ ജോണിയുടെ വീട് ഒലിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി റെജീനയും മകൻ ജോസഫിനും അദ്ദേഹം അപകടം പറ്റി വീട്ടിൽ കിടക്കുന്ന സമയമായിരുന്നു. ഈ രണ്ടുപേർ മണ്ണിനടിയിൽ പെട്ട് മരണപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവമായിരുന്നു ആദ്യം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത മരണത്തിൻ്റെ വിവരം. അതേ തുടർന്ന് വാഗമണ്ണിൽ മകളുടെ വീട്ടിൽ പോയ തലയോലപ്പറമ്പ് മേഖലയിലെ കുലശേഖരമംഗലത്ത് താമസിക്കുന്ന പ്രഭാകരൻ നായർ, 72 വയസ്സ്, അദ്ദേഹം മണ്ണിടിച്ചിലുണ്ടായി അതിൽപ്പെട്ട് അദ്ദേഹം മരിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഭാഗത്താനത്ത് വെള്ളക്കുഴി, യഥാർത്ഥത്തിൽ സർക്കാർ അനാസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മരണപ്പെട്ട മിലൻ, 11 വയസ്സുകാരൻ ഷിജു മിലൻ, ഷിജുവിൻ്റെ മകൻ മിലൻ പിന്നീട് മരണപ്പെട്ട സംഭവം. മറ്റൊന്ന് അയർക്കുന്നത്ത് ആറുവാനൂർ സ്വദേശി ജിൻഡോ മാത്യു, മണർകാട് വെള്ളക്കെട്ടിൽ വീണ് പറമ്പുകര പാലൂപ്പറമ്പിൽ PS ശരൺ. ഇതുകൂടാതെ കുമരകത്ത് ആംബുലൻസ് ലഭിക്കാതെ 2 പേർ മരണപ്പെട്ട സംഭവം. ഒന്നൊരു ശോഭ, 2 ശോശാമ്മ പീറ്റർ. യഥാർത്ഥത്തിൽ ആംബുലൻസ് സമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ 2 പേരും രക്ഷപ്പെടുമായിരുന്നു. 24 പേർ മണ്ണിനടിയിൽ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവടക്കാർക്ക് വന്ന് നാശനഷ്ടങ്ങളുണ്ടായപ്പോൾ അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മണിവരത്തെ കച്ചവടക്കാർ പറഞ്ഞപ്പോൾ പലിശരഹിത വായ്പ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കച്ചവടക്കാർക്ക് ഒരു ഗവൺമെൻറ് സഹായവും അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പയും ഉൾപ്പെടെ കൊടുത്താൽ അവരുടെ ഉപജീവനത്തിന് മാർഗവും കച്ചവടം പുനഃസ്ഥാപിക്കാൻ കഴിയും. കൃഷിക്കാരെ സംബന്ധിച്ചുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള പന്നി ഫാം നഷ്ടപ്പെട്ടത്, പശുക്കൾ നഷ്ടപ്പെട്ടത്, മറ്റൊരുക്കൾ നഷ്ടപ്പെട്ടത്, വരുമാന മാർഗം നഷ്ടപ്പെട്ടത്, പിന്നെ റബ്ബർ, കവുങ്ങ്, മുളക് പൊടി തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ അനുസരിച്ച് കിഴക്കൻ മേഖല ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടും. പടിഞ്ഞാറൻ മേഖലയിൽ 1100-ൽ പരം ഹെക്ടറിലെ നെൽകൃഷി നശിച്ചവർക്ക് യഥാർത്ഥത്തിൽ ആ നെൽകൃഷിക്കാർക്ക് ന്യായമായ നഷ്ടപരിഹാരം. മുമ്പ് നമ്മൾ കൊടുത്ത നഷ്ടപ്രതിഫലം കൊടുത്തതാണ്. വളഞ്ഞു കിടന്ന് നെല്ല് പോയപ്പോൾ ഒരിക്കൽ വേനൽ മഴ വന്നതിനെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഞാൻ ഓർക്കുന്നു VSന്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കോട്ടയം ആയിരുന്നു. ഞങ്ങൾ വള്ളത്തിൽ പോയാണ് മുല്ലത്ത് നഗരം ഞങ്ങൾ കൂടി എല്ലാം കണ്ടിട്ട് കൃഷിക്കാർക്ക് നഷ്ടപ്രതിഫലം കൊടുത്തത്. ആ രൂപത്തിലേക്ക് ഈ പടിഞ്ഞാറൻ മേഖലയിൽ കൃഷിക്കാർക്ക് ആവശ്യമായ വലിയ രൂപത്തിലുള്ള കൃഷിനഷ്ടം ഉണ്ടായവർക്ക് 1086 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. അവർക്ക് നഷ്ടപ്രതിഫലം കിട്ടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം എന്നതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്.